ഹെഡിങ് എഴുതിക്കോ, ഡൈ ഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ. ഡൈ ഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ. ഡൈഇലക്ട്രിക്കിനെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, എന്നാലും അത് എഴുതേണ്ടതായിട്ടുണ്ട്. നോക്കിക്കോളൂ, ഡൈഇലക്ട്രിക് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. ഇലക്ട്രിക്കൽ insulator that can be polarized by applied field. ഓക്കെ, അതായത് ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന ആ ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിനെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് പോളറൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും. പോളറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ ഒരറ്റത്തോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നർത്ഥം. ഇപ്പോൾ ഓരോ അറ്റത്തോട്ട്, ഇപ്പം പോസിറ്റീവ് ചാർജിനെ ഒരറ്റത്തോട്ടും നെഗറ്റീവ് ചാർജിനെ ഒരറ്റത്തോട്ടും കൊണ്ടുവരുന്ന സമയത്ത് അത് പോളറൈസ്ഡ് ആവും. അതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഏതൊരു മെറ്റലിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു ഡൈഇലക്ട്രിക് മീഡിയത്തിനെ ആണെങ്കിലും നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെറ്റലിനകത്തോ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയത്തിനകത്തോ ഉള്ള ചാർജുകളെ അതത് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഡൈഇലക്ട്രിക്കിനെ നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ രണ്ട് കൺസെപ്റ്റിൻ്റെയാണ് പറയുന്നത്. ഞാൻ ഒരു കണ്ടക്ടർ വെച്ചിട്ട് അതിനെ പോളറൈസ് ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട്, പിന്നെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെച്ചിട്ട് അതിനെ പോളറൈസ് ചെയ്യുന്ന കാര്യവും പറയുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും പോളറൈസ് ചെയ്യുന്ന ഒരു പടവും ഉണ്ട്. അതിൻ്റെ കൺസെപ്റ്റ് രണ്ടും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഞാൻ ആദ്യം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ പോവുക. അത് നിങ്ങൾ വരയ്ക്കണം. പ്ലസ് ക്യൂ മൈനസ് ക്യൂ, 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 കുറേ അടുപ്പിച്ച് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഒന്ന് വരച്ചേരെ. മൈനസ് ക്യൂ നമുക്കറിയാം, പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലോട്ട് എന്തുണ്ട്, പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിട്ട് വരുന്നുണ്ട് ഇല്ലേ. പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷനും കൂടെ നമ്മൾ കൃത്യം മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ, ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇടയിൽ ഞാനൊരു കണ്ടക്ടർ കൊണ്ടുവെക്കാൻ പോവാം. ഇങ്ങനെ ഒരു കണ്ടക്ടർ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കുന്നറിയോ, ഈ കണ്ടക്ടറിനകത്ത് ചാർജുകൾ ഉണ്ടല്ലോ, ഈ കണ്ടക്ടറിനകത്ത് ഇൻഡക്ഷൻ വഴി നമ്മൾ ചാർജിങ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇത് പറയുകയാണ് എഞ്ചലിന കേട്ടോ. അതായത് നമ്മൾ ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൈഇലക്ട്രിക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞാണ് ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിനെ നമ്മൾ പോളറൈസ് ചെയ്യിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പോളറൈസ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു മെറ്റലാണ്, ഇപ്പോൾ ഏതൊരു കണ്ടക്ടർ ആണെങ്കിലും ഏതൊരു ഡൈഇലക്ട്രിക് മീഡിയം ആണെങ്കിലും അതിനകത്തുള്ള ചാർജുകളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യിക്കുന്ന പരിപാടിയാണ് പോളറൈസേഷൻ. അപ്പോൾ അതിനകത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൺസിഡർ ചെയ്തു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ഞാൻ ഇങ്ങനൊരു കണ്ടക്ടർ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ കണ്ടക്ടർ കൊണ്ടുവെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജുകളാണ്. ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഈ സൈഡിലെല്ലാം നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും ഇൻഡക്ഷൻ വഴി. പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് അപ്പോൾ ഇതിപ്പോൾ വെളിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം, ഈ ഔട്ട്സൈഡ് എന്ന് എഴുതാം, ഈ ഔട്ട്സൈഡ് എന്ന് എഴുതാം, അത് ഔട്ട്സൈഡ് എന്ന് എഴുതാം, അത് ഈ ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ചാർജിൻ്റെ അലൈൻമെൻറ്റ് സംഭവിക്കുമ്പോൾ അകത്ത് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ എഫക്റ്റിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ തന്നെയാണ് വരയ്ക്കേണ്ടത്. പക്ഷേ അതിൻ്റെ മണ്ടയ്ക്കൂടെ വരച്ചാൽ മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മണ്ടയ്ക്കായിട്ട് വരച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ടോപ്പിക്കൂടെ തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഡെവലപ്പ് ചെയ്തില്ലേ. അതായത് നിങ്ങൾക്ക് എത്ര ഇലക്ട്രിക് ഫീൽഡ് പുറത്തുണ്ടോ അത്രയും ഇലക്ട്രിക് ഫീൽഡ് തന്നെ ഈ ഇൻസൈഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ നെറ്റ് എന്ന് പറയുമ്പം വെളിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ഔട്ട്സൈഡ് മൈനസ് ഈ ഇൻസൈഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നെറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ.
ഇതാണ് ഒരു കണ്ടക്ടർ വെച്ചാലുള്ള അവസ്ഥ. അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാനുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാലുള്ള പടവും കൂടെ വരച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എഴുതി തരാം. ഇനി രണ്ടാമത്തെ ഒരു ഇതിൽ നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയമാണ് ഇതുപോലെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഞാനൊരു ഇത് കൺസിഡർ ചെയ്യണം. പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിനിടയിലെല്ലാം കൊടുക്കുകയാണ്. പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ കൊടുക്കുകയാണ്. എന്നിട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അത് നമുക്കറിയാം. നമ്മൾ അതും കൂടെ വരയ്ക്കുകയാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അത് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് വരച്ചു. ഇനി നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ഇതിനകത്തൊരു ഡൈ ഇലക്ട്രിക് മീഡിയം കൊണ്ടുവെക്കാൻ പോവാണ്. ഇതിനകത്ത് നമ്മളൊരു ഡൈ ഇലക്ട്രിക് മീഡിയം, നേരത്തെ കണ്ടക്ടർ വെച്ച പോലെ അതേപോലെ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം വെക്കാൻ പോവാണ്. ഡൈ ഇലക്ട്രിക് മീഡിയം കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചായിരുന്നു. അതായത് പാർഷ്യലി മാത്രമേ ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടത്തുള്ളൂ. അതിനർത്ഥം ഇതിനകത്ത് വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഇതിനകത്തൂടെ കടത്തിവിടത്തുള്ളൂ. അതിനർത്ഥം ഇവിടെ കുറച്ച് ചാർജിൻ്റെ അലൈൻമെൻറ്റ് മാത്രമേ നടക്കത്തുള്ളൂ. നേരത്തെ പുറത്ത് എത്രയും ചാർജ് ഉണ്ടായിരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ എഡ്ജസിൽ അത്രയും തന്നെ ചാർജ് അലൈൻമെൻറ്റ് നടന്നായിരുന്നു. എന്നാൽ ഇവിടെ അത് നടക്കില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും, പിന്നെ ഇവിടെ ആയിരിക്കും വരുന്നത്, പിന്നെ ഇവിടെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, പിന്നെ ഇവിടെ ആയിരിക്കും വരുന്നത്, പിന്നെ ഇവിടെ ആയിരിക്കും വരുന്നത്. അതിനർത്ഥം അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അകത്ത് തന്നെ ഇതുവഴി ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡിൻ്റെ അത്രയും സ്ട്രോങ് അല്ല ഈ ഇൻസൈഡ് എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി പോകത്തില്ല. കാരണം എന്താ, വെളിയിലത്തേത് കൂടുതലും അകത്തേത് കുറവാണ്. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ വരും. അപ്പം അവിടെ അത് പോളറൈസ്ഡ് ആയി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നോക്കിയോ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഔട്ട്സൈഡ് ഇങ്ങോട്ട് കൊടുക്കാം, ഈ ഔട്ട്സൈഡ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം ഡയറക്ഷൻ. ഈ ഔട്ട്സൈഡിൻ്റെ ഡയറക്ഷൻ, ഈ ഔട്ട്സൈഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ ഇൻസൈഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇ നെറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഈ ഔട്ട്സൈഡ് മൈനസ് ഈ ഇൻസൈഡാണ്. ഒരിക്കലും അപ്പോൾ എന്താകത്തില്ല, ഈ നെറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അത് പ്രത്യേകം ഓർക്കും. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ എഴുതാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ, അതിൻ്റെ പോളറൈസേഷനും കൂടെ പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഒക്കെ വെച്ചിട്ട് ഒരു സാധനം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ചാപ്റ്റർ തീരും. അപ്പം നമുക്ക് അടുത്ത ഒരു നിങ്ങൾക്ക് എഴുതേണ്ട ഇത് വരച്ചോ, ഇത്രയും വരച്ചോ, എന്നെ ചെറുതാക്കി കാണിക്കാം. ഇത്രയും വരയ്ക്കാനുള്ളതെന്ന് വരച്ചെടുത്തോ. ഇത് കണ്ടക്ടറാണ്, ഇത് ഡൈഇലക്ട്രിക് ആണ്, ഡൈഇലക്ട്രിക് മീഡിയം. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണോ? ഏബൽ, ഷാരോൺ, ശ്വേത, അനീറ്റ, ഏഞ്ചലീന, ലോവിസ്, ഡേബ്രിയ, അഭിരാം, ഓക്കെ ആണോ? അഭിരാമേ കേൾക്കാമോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നോക്കിക്കോളൂ, അടുത്ത ഒരു ടോപ്പിക്ക് ഇതിൻ്റെ താഴോട്ട് ഓരോ ഡോട്ടായിട്ടിട്ട് എഴുതിക്കോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഡോട്ട് എഴുതുക. എന്നിട്ട് എഴുതേണ്ടത് ഇതാണ്: ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് into a capacitor
decreases the electric field. Decreases the electric field, which in turns decreases the potential. Decreases the potential. Hence increases the capacitance. അടുത്തത് a capacitor with dielectric stores same charge as one without a dielectric but at a lower voltage. അടുത്തത് presence of dielectric lowers the risk of sparking. അത് നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു തോന്നല്ലയോ? കുഴപ്പമില്ല, അങ്ങ് എഴുതിക്കോ. lowers the risk of sparking. ഇനിയും അടുത്ത് നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ആദ്യത്തെ ആ പടത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്, ഫിഗറയുടെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. when a conductor is placed in an external electric field, the free charge carriers പറഞ്ഞോ. Presence of dielectric and the node I didn't get you. പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞേ. Presence of dielectric and then there's a word of understand that. Presence of dielectric lowers the risk of sparking. Okay. When a conductor is placed in an external electric field, the free charge carriers are redistributed in such a way that an equal and opposite electric field is set up inside the conductor. So net electrostatic field net electric field is zero inside the conductor. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ് നമുക്കറിയാം, ടോട്ടൽ അതായത് ഈ ഔട്ട്സൈഡും ഈ ഇൻസൈഡും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 0 ആയിപ്പോവും. ഈ ഔട്ട്സൈഡ് പ്ലസ് ഈ ഇൻസൈഡ് കൂട്ടുമ്പോൾ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വരും, രണ്ടും ഈക്വലും ആയതുകൊണ്ട് 0 ആയിപ്പോവും.
സർ ഫസ്റ്റ് പോയിന്റ് ഒന്ന് കാണിക്കോ? ആദ്യത്തെ കാണിക്കുന്നുണ്ട്. ഈ 3 പോയിന്റ് നമ്മൾ നേരത്തെ എവിടെ എഴുതിയാന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഞാൻ അത് റിപ്പീറ്റ് അടിച്ച് ഇവിടെ എഴുതിയാന്ന് തോന്നുന്നു. അതിന് കുഴപ്പമില്ല, എഴുതിക്കും. ഇപ്പം നമ്മൾ തന്നത് ആ ഫിഗർ 1-ൻ്റെ എക്സ്പ്ലനേഷനാണ് കേട്ടോ. ഒന്നാമത്തെ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ തന്നത്. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണേ. എഴുതി സർ. ഓക്കെ, ഇനിയും അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് തരാൻ പോകുന്നത്. രണ്ടാമത്തെ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പം വെൻ എ ഡൈഇലക്ട്രിക് ഈസ് പ്ലേസ്ഡ് in an external electric field, electric field, the molecular dipoles are arranged in such a way that an opposite electric field is set up inside the dielectric medium. Dielectric medium അല്ല, ഡൈലക്ട്രിക് എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞിട്ട് ഡൈലക്ട്രിക്. But this electric field is always less than the external electric field. External electric field. Thus the dielectric reduces the external electric field. Therefore നമുക്ക് ഇങ്ങനെ എഴുതാം: E outside പ്ലസ് E inside എന്ന് പറയുന്നത് ഒരിക്കലും 0ക്ക് ഈക്വൽ ആവില്ല. എഴുതിയോ?
എഴുതിയായിരുന്നു? എല്ലാവരും എഴുതിയോ? ഇത് ആ ഫിഗർ 1ൻ്റെ ഫിഗർ 2ൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇനി നമ്മളടുത്ത് പോളാർ മോളിക്യൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കയറുകയാണ്. പോളാർ മോളിക്യൂൾ ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ചോദിക്കുവാണെങ്കിൽ 1-2 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ തന്നെ, എന്നാലും ഞാനിതങ്ങ് പഠിപ്പിച്ചങ്ങ് വിടുകയാണ്, സിലബസിലുള്ളതുകൊണ്ട്. പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പോളാർ മോളിക്യൂൾ എന്നും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അയോണിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ പോളാറും, കോയിൻസൈഡ് ചെയ്യുന്നില്ലെങ്കിൽ പോളാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഇന്ന് നമുക്ക് ഇവിടെ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ പടം വരച്ച് കാണിക്കാം. ഇത് എഴുതിക്കോ. ഇൻ സർട്ടൻ മോളിക്യൂൾ the center of gravity of positive charges and center of gravity of negative charges do not coincide. എക്സാമ്പിൾ HCl, രണ്ടാമത്തേത് H2O, മൂന്നാമത്തേത് NH3. ഇതൊക്കെ എക്സാമ്പിളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അതിൻ്റെ പടം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഇപ്പോൾ HClൻ്റെ ഞാൻ ജസ്റ്റ് ഒരു മോളിക്യൂൾ ഒരു എന്താ പറയുക റഫായിട്ട് വരച്ച് കാണിക്കുകയാണ്. അതായത് ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ, ഇപ്പോൾ ഇതൊരു ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളാണെന്ന് വിചാരിച്ചോ. അപ്പം ഇതിൻ്റെ സെൻറ്റർ ഇതാണ്, ഇത് H+ ആണ്. ഇപ്പോൾ ഇത് നമ്മുടെ CL ആയിട്ട് HCl മോളിക്യൂളിനെയാണ് വരയ്ക്കുന്നത്. HCl മോളിക്യൂൾ അതൊരു പോളാർ മോളിക്യൂളാണ്. അപ്പം ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് ക്ലോറിൻ്റെ സെൻറ്റർ, ഇതാണ് ക്ലോറിൻ എന്ന് വിചാരിച്ചോ. ഇത് ക്ലോറിനാണ്, ക്ലോറിൻ്റെ സെൻറ്റർ ഇതാണ്. അപ്പം ഇതാണ് Cl-. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. അത് നമുക്കറിയാമല്ലോ. അതായത് ശരിക്കും ഡൈപോൾ മൊമെൻ്റ് കെമിസ്ട്രിയിൽ വരുന്നത് ആരാണോ കൂടുതൽ വലിച്ചു വെക്കുന്നത് അങ്ങോട്ടേക്കായിരിക്കും ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പം അത് നമ്മൾ കെമിസ്ട്രിയിലുള്ള കേസാണ്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ, അതവിടെ നിൽക്കട്ടെ, അത് വേണ്ട. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മൾ 2 ബലൂൺ എടുത്തിട്ട് ബലൂൺ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും മോളിക്യൂൾ. അതാണ് പോളാർ മോളിക്യൂൾ. ഇപ്പം വാട്ടറിൻ്റെ വരയ്ക്കുവാണെങ്കിൽ H2O, അതിൻ്റെ ഒരു റഫായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വരയ്ക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയായിരുന്നു വരയ്ക്കേണ്ടത്, വട്ടത്തിലായിരുന്നു വരയ്ക്കേണ്ടത്. പക്ഷേ താഴെ ആര് വരുന്നുണ്ട്? ഒരു ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പം ഇത് ഒരു ഹൈഡ്രജൻ്റെ ഇതും അതേപോലെ തന്നെ ഇത് മറ്റേ ഹൈഡ്രജൻ വരുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കും. അതായത് ഇത് ഓക്സിജൻ O-, അതേപോലെ തന്നെ ഇത് H+, ഇതും ഇതിൻ്റെ സെൻറ്റർ കണ്ടോ. ഇതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഇങ്ങോട്ടൊരു ഡൈപോൾ മൊമെൻ്റ്, ഇങ്ങോട്ടും ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ സെൻറ്റർ ഇതിപ്പോൾ വരച്ച് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ വരയ്ക്കാനൊന്നും പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തൊന്നുമില്ല. ജസ്റ്റ് എക്സാമ്പിൾ ചോദിക്കും, ഡെഫിനിഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് 1 മാർക്കിനൊക്കെ. ഇനി നോൺ പോളാറിലേക്ക് വരുന്ന സമയത്ത് നോൺ പോളാർ മോളിക്യൂൾസിലേക്ക് വരുന്ന സമയത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ചാർജസ് കോയിൻസൈഡ് ഇൻ സർട്ടൻ മോളിക്യൂൾ center of gravity of their charges coincide ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുക. ഉദാഹരണം എക്സാമ്പിൾ H2 എടുക്കാം, അതേപോലെ തന്നെ O2 എടുക്കാം, അതേപോലെ തന്നെ CO2 എടുക്കാം, അങ്ങനെ എടുക്കാം. ഇപ്പോൾ H2 വരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇപ്പം ഒരു ഹൈഡ്രജൻ തന്നെ ഇങ്ങനെ വരുന്നു, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ H2 ആണല്ലോ. അടുത്ത ഹൈഡ്രജൻ്റെ ആ ഒരു ഔട്ടർ ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഇതിൻ്റെ സെൻറ്റർ ഇവിടെയും ഇതിൻ്റെ സെൻറ്റർ ഇവിടെയും കണ്ടോ. ഇത് ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ ആറ്റം, ഇതൊരു ഹൈഡ്രജൻ ആറ്റം കണ്ടോ. ഇവരുടെ സെൻറ്ററുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെയും പറയാം, നോൺ പോളാർ മോളിക്യൂളിന് പല ഡെഫിനിഷൻ ഉണ്ട്. നമുക്ക് ഫിസിക്സിൽ ഇത് പഠിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ പോളാർ മോളിക്യൂളിനെ പോളറൈസ് ചെയ്യാനും പറ്റും,
ഒരു നോൺ പോളാർ മോളിക്യൂളിനെയും പോളറൈസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് വരുന്നത്. അത് രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്ര എഴുതിയോ? എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഈ പോളാർ മോളിക്യൂളിനെ എങ്ങനെ പോളറൈസ് ചെയ്യും, നോൺ പോളാർ മോളിക്യൂളിനെ എങ്ങനെ പോളറൈസ് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ഒരു കണ്ടക്ടറിനെ പോളറൈസ് ചെയ്തത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താണ് അല്ലേ? അങ്ങനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് കണ്ടക്ടറിനെ പോളറൈസ് ചെയ്തപ്പോൾ അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിപ്പോയി. ഇനിയും അതേപോലെ തന്നെ ഒരു ഡൈലക്ട്രിക് മീഡിയത്തിനെ പോളറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡൈലക്ട്രിക് മീഡിയത്തിനെ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിനകത്ത് വെച്ചപ്പം അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവത്തില്ല ഒരിക്കലും. ഇവിടെ നമ്മൾ പോളാർ മോളിക്യൂളിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അഭാവത്തിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതെ എന്താണ് നടക്കുന്നതെന്നും എന്നാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്നുമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് പോളാർ മോളിക്യൂളിലും നോൺ പോളാർ മോളിക്യൂളിലും എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പോളാർ മോളിക്യൂളെന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് വീണ്ടും എഴുതുക. പോളാർ മോളിക്യൂളെന്ന് വീണ്ടും ഒരു ഹെഡിങ് എഴുതുക. എന്നിട്ട് ഞാൻ 2 പടം വരയ്ക്കാൻ പോവാണ്. ഒന്ന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നു. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 കൊടുക്കുന്ന സമയത്ത് വെളിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല. ഞാനൊരു പാത്രത്തിനകത്ത്, ജസ്റ്റ് പാത്രമൊന്നുമല്ല കേട്ടോ, ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഈ പാത്രം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു പാത്രത്തിനകത്ത് പോളാർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഈ പോളാർ മോളിക്യൂളിൻ്റെ സെൻറ്ററുകൾ കോയിൻസൈഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തന്നെ ഇങ്ങനെ വരയ്ക്കത്തുള്ളേ. ഇതൊരു പോളാർ മോളിക്യൂൾ, അതിൻ്റെ ഒരു സൈഡ് പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. അപ്പം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ പോസിറ്റീവും നെഗറ്റീവും പല ദിശയിലോട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല, പല ഡയറക്ഷനിലായിരിക്കും. എന്നാൽ ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ എടുത്തപ്പം നമുക്ക് മനസ്സിലായി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്തു. ഞാൻ എന്നിട്ട് ഈ ഒരു പാത്രത്തിനകത്ത് ഒരു പോളാർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് ചാർജ് വേണ്ട ഈ സൈഡിലേക്കും, ഇതിൻ്റെ നെഗറ്റീവ് ചാർജ് ഇപ്പം ഇവിടെയും പോസിറ്റീവ് ഇവിടെയും വരും. അടുത്ത മോളിക്യൂളിൻ്റെ നെഗറ്റീവ് ചാർജ് ഇവിടെ പോസിറ്റീവ്, അടുത്ത മോളിക്യൂളിൻ്റെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ഇവിടെ, അടുത്ത മോളിക്യൂളിൻ്റെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ഇവിടെ. ഇവിടെ നോക്കിയേ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ, നമ്മൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പഠിച്ചത്. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇവൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടാണ്, അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്താ? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. P = 0 ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ, അതായത് ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട്, ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട്, ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട്, ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ പോളറൈസ് ആയി എന്നർത്ഥം. അതിനർത്ഥം ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 അല്ല. അപ്പം ഇറ്റ് ഗെറ്റ്സ് പോളറൈസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇത് വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണോ എന്ന് ചോദിച്ചാൽ വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കൊന്നുമല്ല. പക്ഷേ ഞാൻ റാൻഡമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നമ്മുടെ ആ തൊട്ട് മുമ്പിൽ നമ്മൾ പഠിപ്പിച്ച എനർജി ഡെൻസിറ്റി വരെയുള്ള ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് പഠിപ്പിച്ചത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും 1-2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇനിയും ഇതേപോലെ തന്നെ നമ്മളൊരു നോൺ പോളാർ മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ പോളറൈസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അഭാവത്തിൽ എന്ത് സംഭവിക്കും, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, അതും കൂടെ എഴുതിയേക്കാം. നോൺ പോളാർ മോളിക്യൂൾ വീണ്ടും ഞാൻ രണ്ടാക്കുകയാണ്. ഈ എക്സ്റ്റേണൽ 0 കൊടുക്കുന്നു, ഈ എക്സ്റ്റേണൽ നോട്ട് ഈക്വൽ ടു 0 കൊടുക്കുന്നു.
അപ്പം നമുക്കറിയാം, വീണ്ടും ഞാനൊരു പാത്രം കൺസിഡർ ചെയ്യാൻ പോവാണ്. പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നോക്കിക്കോളൂ, ഞാനൊരു ഇത് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് നോൺ പോളാർ മോളിക്കൂളിൻ്റെ സെൻറ്റർ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ നോൺ പോളാർ മോളിക്കൂളിനെ ജസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒരു 8 വരയ്ക്കുന്ന പോലെ വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു സൈഡ് പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ് വേണേൽ കൊടുക്കാം. ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഒരു സൈഡ് പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവ് ആണല്ലോ. അപ്പം എങ്ങനെ വേണേൽ കൊടുക്കാം, എങ്ങനെ വേണേൽ കൺസിഡർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഇത് വേണ്ട ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് തോന്നിയ ഡയറക്ഷനിലോട്ട് നമുക്ക് കൊടുക്കാം ഇല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതും പല ഡയറക്ഷനിലോട്ടാണ്. ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഇങ്ങോട്ട്, ഇതിൻ്റെത് ഇങ്ങോട്ട്, ഇതിൻ്റെത് ഇങ്ങോട്ട്, ഇതിൻ്റെത് ഇങ്ങോട്ട്. അപ്പോൾ പല നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങ് 0 ആയിപ്പോവും. നെറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 0 ആയിപ്പോവും. എന്നാൽ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, പ്ലസ് ക്യൂ മൈനസ് ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നോൺ പോളാർ മോളിക്കൂളും പോളറൈസ് ആവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിശയിലോട്ട് ഇല്ലേ, ഒരു ദിശയിലോട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മോളിക്കൂൾ അലൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട്, നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട്, നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇവിടെ ഇതിങ്ങോട്ട്, നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇതിങ്ങോട്ട്. അപ്പോൾ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, ഇവിടെ നെറ്റ് അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെൻ്റ് 0 ആകത്തില്ല. ഇതും എന്താണ്, ഇറ്റ് ഗെറ്റ്സ് പോളറൈസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനിയും ഒരൊറ്റ ടോപ്പിക്കും കൂടെ ഉള്ളൂ, പോളറൈസേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അതുകൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നേ. അപ്പം പോളറൈസേഷൻ എന്താണെന്നുള്ളതും കൂടെ നോക്കാം. അതും കൂടെ എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാമേ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു മോളിക്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെയോ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം ഡൈപോൾ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം the dipole moment per unit volume of the dielectric is called polarization. ഇവിടെ P directly proportional to electric field ആണ്. കാരണം രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോഴാണ് പോളറൈസ്ഡ് ആയത്. അപ്പോൾ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E ആണ്. അവിടെ നിന്ന് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻറ്റിനെ കൈ എന്ന് വിളിക്കും. നമ്മൾ എവിടേക്കോ പഠിച്ചിട്ടുണ്ടോ കൈ ഇല്ല. അപ്പം നോക്കിക്കോളൂ. അപ്പം ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഇൻ കെമിസ്ട്രി. അതായത് സെയിം സാധനം തന്നെയാണ്. ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് കെമിസ്ട്രി തന്നെയാണ്. കെമിസ്ട്രിക്കകത്ത് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി തന്നെയാണ്. അതായത് ഒരു മീഡിയത്തിനകത്തൂടെ അല്ലെങ്കിൽ ഒരു മീഡിയം എത്രത്തോളം ഒരു ഇലക്ട്രിക് ഫീൽഡിനെ റിസീവ് ചെയ്യും എന്നുള്ള ഒരു അർത്ഥം കൂടെ ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ 4ാമത്തെ ചാപ്റ്ററിനകത്ത്, ഇതിപ്പം നമ്മൾ 2 ഉള്ളൂ. 3ാമത്തെ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, 4ാമത്തേത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് ഈ സസെപ്റ്റബിലിറ്റിയെ പറ്റി പഠിക്കും. അപ്പം ഇത് നോക്കിക്കോളൂ, ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി of the dielectric medium. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. എഴുതാനുള്ള എല്ലാം എഴുതിയെടുത്തു. നമുക്ക് 2 ന്യൂമറിക്കൽ ചെയ്യാനുള്ള സമയം കൂടെ ഉണ്ട്. ഞാനൊന്ന് എടുത്തോട്ടെ. ചെറുതാക്കാമേ. എഴുതാനുള്ളതെന്ന് പറഞ്ഞു. എഴുതാനുള്ളത് എവിടെയാണെന്ന് പറഞ്ഞു. So could you show that non-polarized molecule drawing? No, sir. Yeah. Okay.
So could you scroll down? Yeah. രണ്ട് മൂന്ന് ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം, അതിനുള്ള ടൈം കാണും. എഴുതിയായിരുന്നു നിങ്ങൾ എല്ലാവരും? എഴുതിയോ? Yes, sir. So why is right? So when in non-polarized molecules, when external is not equal to 0, right? E gets polarized, right? So in non-polar molecule, what do you say? In non-polar molecule, E external is not equal to 0. E gets polarized. No, In present. if you want to polarize a non-polar molecule or a polar molecule, you have to apply external electric field. So it will align according to the external electric field and it get polarized. That's all. If you didn't apply external electric field, net dipole moment will become 0. That's all. So what gets polarized? What get polarized? Yeah, what gets polarized? That molecule, non-polar molecule, entire molecule get polarized. Get the entire molecule. Okay. Yes. So what is P? P is polarized material. What? Polarization, right? What is P? P is polarization. P means dipole moment. Okay, we already studied that P represents dipole moment. Here P also represents polarization. Same meaning. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മളിപ്പം P എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചെന്താ? P എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ P എന്ന് പറയുന്നത് നമ്മൾ ഡൈപോൾ മൊമെന്റ് ആയിട്ട് എടുത്ത P = 2A × Q അല്ലേ? സെയിം സാധനം തന്നെ ഇവിടെ രണ്ടും സെയിം മീനിങ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ലെറ്റർ P ആണെന്ന് എടുത്തോ, കുഴപ്പമില്ല. ക്യാപിറ്റൽ ലെറ്റർ P ആണ്. പോളറൈസേഷൻ രണ്ട് സെയിം അല്ലേ? P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്, ഈ P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. രണ്ടും സെയിം ആണ്, ഒരു പ്രശ്നമില്ല. സെയിം. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് P ക്യാപിറ്റൽ സ്മോൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഒരു കാര്യമില്ല, അങ്ങനെ എടുത്തിട്ട് ഒരു കാര്യമില്ല. രണ്ടും സെയിം സാധനം തന്നെ. ഓക്കെ, നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണോ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ? ഷാരോൺ ഓക്കെ ആണോ? ഷാരോൺ Yes sir. Okay. ലോവിസ് Yes sir. അനീറ്റ ഓക്കെ ആണോ? Yes sir. ഡേബ്രിയ? Yes sir. ഏഞ്ചലീന, അഭിരാം?
Yes, sir. Yes, sir. ഏബൽ. Yes, sir. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് ആ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്യ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം, നിങ്ങൾ ട്രൈ ചെയ്യ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യനാണ് തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിവേ നമുക്കൊന്ന് തരാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. A proton is taken. A proton is taken from P1, from point P1 to point P2, both located in an electric field. In an electric field. The potential at points P1 and P2 are negative 5 volt and positive 5 volt respectively. Assuming that kinetic energy of the proton at points P1 and P2 are 0. The work done on the proton is dash. ഇതൊരു MCQ ആണ്. ഓപ്ഷൻ ഞാൻ തരുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്തു. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സമയം തരാം. നിങ്ങളങ്ങ് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറ, ഞാൻ പറഞ്ഞുതരാം. ഇനി പറ്റിയാലും പറ്റിയില്ലേലും 9:50 9:53 ആകുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യും.
use the equation W equals QV, right? Yes. Yeah. So for V, use 5, right? So when you put 5 in, you get so like you get 8 into 10 raised to minus 90. നോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയോ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. 53 അല്ല 53 ഇല്ലേ, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയോളൂ. ആർക്കെങ്കിലും കിട്ടിയോ? ഡെബ്രിയക്ക് കിട്ടിയോ? ഡെബ്രിയ, അനീറ്റ പറഞ്ഞേ. No, sir. അനീറ്റ So do we ആ so പറഞ്ഞോ. the so like we can we find the difference somehow because delta B like B2 minus B1 something like Yes, that, like that we right? have to do this. So 5 minus of minus 5, so that's 10, so that's 1.6 into 10 raised to minus 18. Yes. Okay. ഓക്കെ, നമുക്ക് നോക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കിയോളൂ. അതായത് ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോട്ടോൺ ഒരു പോസിറ്റീവ് ചാർജ് P1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജ് P1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും P2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് കൊണ്ടുപോകണം. P1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും P2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുപോകണം. ഈ രണ്ട് പോയിന്റും ഏതോ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഇവിടെ -5 വോൾട്ടും ഇവിടെ +5 വോൾട്ടും ആകുന്നു ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ഡൺ ഈസിക്കൽ ടു നമ്മൾ പഠിച്ചിട്ടുള്ളത് Q ഇൻറ്റു V എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ 2 V ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് V ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് Q ഇൻറ്റു ഡെൽറ്റ V എന്ന് കൊടുക്കാം. അങ്ങനെയാണ് W ഈസിക്കൽ ടു Q ഇൻറ്റു നമുക്കറിയാം എന്താണ് ഇവിടെ ഇപ്പോൾ ഇതിനെ വേണമെങ്കിൽ V1 എന്ന് എടുത്തിട്ട് ഇതിനെ V2 എന്ന്, കാരണം ഒരിടത്തു നിന്ന് ഒരിടത്തോട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ തുടങ്ങുന്നത് V1 ആയിട്ടും തുടങ്ങുന്നത് എൻഡ് ചെയ്യുന്നത് V2 ആയിട്ട് എടുക്കുന്നു. പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും എപ്പോഴും വലിയ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ V ചെയ്യുന്ന സമയത്ത് V2 മൈനസ് V1 എന്ന് വേണം ചെയ്യാൻ. അതായത് വലിയ പൊട്ടൻഷ്യൽ ഏതാണ് അത് മൈനസ് ചെറിയ പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ W ഈസിക്കൽ ടു Q ഇൻറ്റു V2 എന്ന് പറയുന്നത് ഇവിടെ +5 ആണ്, മൈനസ് ഓൾറെഡി -5 അവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ W ഈസിക്കൽ ടു Q ഇൻറ്റു നമുക്ക് എത്ര കിട്ടി? 5 മൈനസ് -10 എന്ന് പറയുമ്പോൾ 5 + 10 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് W ഈസിക്കൽ ടു ഇങ്ങനെ എഴുതാം. W ഈസിക്കൽ ടു Q ഇൻറ്റു 10 എന്ന് എഴുതാം. നമുക്കറിയാം പ്രോട്ടോൺ ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് 1.6 ഇൻറ്റു 10⁻⁻⁹ ആണ്, ഇൻറ്റു 10 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് W ഈസിക്കൽ ടു 1.6 ഇൻറ്റു 10⁻10 ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താകുന്നു? 10⁻18 വരുന്നു. അത്രയും ജൂൾ. ഇതായിരിക്കും ആൻസർ. വളരെ സിമ്പിൾ ആൻസർ. പക്ഷെ അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, എന്നാലേ മറ്റത് മനസ്സിലാകത്തുള്ളൂ. നമുക്കത് ഇത് വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വലിയ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി പാടാണ് ഇതിനകത്തെയൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ഇതിനകത്തെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ എന്ന് പറഞ്ഞേ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം. അത് ഇച്ചിരി നിങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ തരുന്നതൊക്കെ. ഇതിനകത്തെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ വിഭാഗത്തിൽ പെടുന്നതാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പാടാണ്, നമുക്ക് ചെയ്തു തരാം, കുഴപ്പമില്ല, വലിയ പ്രശ്നം. നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ ഓക്കെ ആകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യും. നോക്കിയോ, 3 പോയിൻ്റ് ചാർജസ് ഇതും കൂടെ ചെയ്തിട്ട് നിർത്താം. 3 പോയിൻ്റ് ചാർജസ് Q, 2Q and NQ are placed at the vertices of an equilateral triangle, equilateral triangle. If the potential energy of the system is 0,
is 0. Find the value of n. Find the value of n. ഇതാണ് ചോദ്യം. ഇത് ചെയ്യാൻ നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് എന്ന് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞായിരുന്നു, അത് അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം, അതിൻ്റെ ന്യൂമറിക്കൽ ചോദിക്കാം, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. ഇത് കഴിഞ്ഞ വർഷം, അതായത് നിങ്ങളുടെ ബാച്ചിന് മുമ്പിലുള്ള ബാച്ചിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അനീറ്റയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? അനീറ്റ, ടു ബൈ ത്രീ ആണോ മൈനസ്? 2/3 2/3 ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. അതായത് നമ്മൾ 3 ചാർജ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വേർട്ടീസസിലിരിക്കുകയാണ്. അത് ഒരു ക്യൂ ഇവിടെ, 2 ക്യൂ ഇവിടെ, n ക്യൂ ഇവിടെ. ഇവർ അപ്പോൾ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു R12 R21 അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. ആപ്ലിക്കേഷൻ ലെവലും അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് അന്നേ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചൊരു സാധനം എന്തായിരുന്നു? നമ്മുടെ സിസ്റ്റം ഓഫ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി യുടെ ഇക്വേഷൻ 1/4πε0 നമ്മൾ പഠിച്ചത് Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് Q1 Q3 ഡിവൈഡ് ബൈ R13 പ്ലസ് Q2 Q3 ഡിവൈഡ് ബൈ R23 ഇങ്ങനെയായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇവിടെ സെയിം ഇക്വേഷൻ U ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് Q1 Q2 അപ്പം ഇതിനെ ഞാൻ Q1 ആയിട്ട് എടുക്കുക, ഇതിനെ Q2 ആയിട്ട് എടുക്കുക, ഇതിനെ Q3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ Q1 Q2 എന്ന് പറയുമ്പോഴത്തേക്കും Q ഇൻറ്റു 2Q ഡിവൈഡഡ് ബൈ R ആയിട്ട് എടുക്കാം. പ്ലസ് ഇവിടെ Q1 Q3 എന്ന് പറയുമ്പം Q ഇൻറ്റു NQ ഡിവൈഡ് ബൈ R എന്ന് എടുക്കാം. പ്ലസ് Q2 ഇൻറ്റു Q3 അപ്പോൾ നമുക്ക് 2Q ഇൻറ്റു NQ ഡിവൈഡഡ് ബൈ R എന്ന് എടുക്കാം.
ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു എന്ന് പറയുന്നത് ഇവിടെ യു എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യലിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1/4πε0. 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, ബാക്കി 2q² പ്ലസ് nq² പ്ലസ് 2nq² വരും ഇല്ലയോ. ഈ ഇത്രയും സാധനം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ 0 ആയിപ്പോവും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് q² കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, ബാക്കി 2 പ്ലസ് n പ്ലസ് 2n എന്ന് വരും ഇല്ലയോ. അങ്ങനെയാണെങ്കിൽ ഈ q² ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും 0 ഈസ് ഈക്വൽ ടു 2 പ്ലസ് n പ്ലസ് 2n എന്നാവുന്നു. അപ്പം നമുക്കറിയാം 0 ഈസ് ഈക്വൽ ടു 2 പ്ലസ് n പ്ലസ് 2n, അതായത് ഒരു മാങ്ങ പ്ലസ് 2 മാങ്ങ 3 മാങ്ങ, അപ്പോൾ 3n എന്ന് വരുന്നു. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, -2 ഈസ് ഈക്വൽ ടു 3n എന്ന് വരുന്നു. അവിടുന്ന് n ഈസ് ഈക്വൽ ടു -2/3. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. -2/3 എന്നാണോ പറഞ്ഞത്? Yes, sir. ഓക്കെ. അഭിരാമിന് ഓക്കെ ആണോ? അഭിരാമേ ഒന്ന് പറഞ്ഞേ. അഭിരാം, ഹലോ അഭിരാമേ. ഷാരോൺ ഓക്കെ ആണോ? ഷാരോണേ കിട്ടിയായിരുന്നു സാർ. ഓക്കെ, വെരി ഗുഡ്. ലോവിസ് Good, sir. ഓക്കെ, ഗുഡ്. ഏഞ്ചലീന Yes, sir. ഓക്കെ. ഡേബ്രിയ ഓക്കെ ആണോ? ഡേബ്രിയ Yes, sir.